സമയം വലിയ പ്രതിഷേധം പെരുമ്പാവൂരിൽ വീണ്ടും ആഞ്ഞടിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിന് നേരെ അല്പസമയം മുമ്പ് പോലീസ് ലാത്തി വീശിയിരുന്നു. പ്രവർത്തകർക്ക് വലിയ തോതിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു വലിയ ആക്രമണമാണ് പോലീസ് പ്രവർത്തകർക്കെതിരെ, ക്രൂരമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് പ്രവർത്തകർക്ക് നടത്തിയത്. ഇപ്പോൾ ഉമേഷ് ചേരുന്നു പെരുമ്പാവൂരിൽ നിന്നും. ഉമേഷ്, ഇപ്പോഴും പ്രതിഷേധം ശക്തമായ രീതിയിൽ തുടരുകയാണോ? അവരുടെ വീടുകളിൽ നിന്ന് സ്ത്രീകളടക്കമുള്ളവർ വരെ പ്രതിഷേധത്തിന് എത്തുമെന്നാണ് അല്പസമയം മുമ്പ് ആ പ്രതിഷേധ വേദിയിൽ സംസാരിച്ച നേതാക്കളൊക്കെ പറയുന്നത്. മനു, പ്രതിഷേധം ഇപ്പോഴും തുടരുക തന്നെയാണ്. സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് മാർച്ച് നടത്തി ഡിവൈഎസ്പി ഓഫീസിന് മുൻപിൽ എത്തിയ വേളയിലാണ് പോലീസ് ഭീകരമായി ഇവർക്കെതിരെ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടത്. പുറകെ ഓടി ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവരിൽ പലർക്കും ഗുരുതര പരിക്ക് പറ്റി വിവിധ ആശുപത്രികളിലേക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾക്കടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയായാലും പ്രതിഷേധം അടിച്ചമർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാർ അവരുടെ പ്രതിഷേധ പ്രകടനം തുടരുക തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സംഘർഷം ഇല്ല. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ തുടരുക തന്നെയാണ്. കൂടുതൽ പ്രതിഷേധം ഇനിയും തുടരും എന്ന് തന്നെയാണ് അറിയുന്നത്. സംഭവം നടന്ന് 7 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ മാത്രമല്ല കൂടുതൽ ബഹുജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിരവധി വിവിധ സംഘടനകൾ ഇതിനകം തന്നെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഡിവൈഎഫ്ഐ മാർച്ച് വന്ന ഉടൻ തന്നെയാണ് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. എന്നാലും ഇത്തരത്തിൽ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പ്രതിഷേധ സമരങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിൽ തന്നെയും അതിനെ തടയിടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഡിവൈഎസ്പി പ്രവർത്തകർ പ്രതിഷേധവുമായി ഡിവൈഎസ്പി ഓഫീസിന്റെ മുന്നിൽ തന്നെ തടിച്ചുകൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉമേഷ്, പ്രതിഷേധത്തിന്റെ വാർത്തകളിലേക്കും പെരുമ്പാവൂരിലെ കൂടുതൽ വിവരങ്ങളിലേക്കും എത്താൻ വേണ്ടി വരും സമയങ്ങളിൽ വീണ്ടും ഉമേഷിലേക്ക് എത്താം. വലിയ പ്രതിഷേധം പെരുമ്പാവൂരിൽ ആഞ്ഞടിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. പ്രകോപനമൊന്നും കൂടാതെ പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ചോരയൊലിപ്പിച്ചുകൊണ്ടാണ് പല പ്രവർത്തകർക്കും അവിടെ നിന്ന് അടി കിട്ടിയത്. ചെവിക്കും മുഖത്തിനുമൊക്കെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടത്തിയത്. ഇപ്പോൾ പ്രതിഷേധം നടക്കുന്ന അതേ സ്ഥലത്തു നിന്നും ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, ഇപ്പോൾ സംഘർഷമൊന്നുമില്ല, പ്രവർത്തകർ അവിടെ കുത്തിയിരിക്കുകയാണ് പ്രതിഷേധവുമായി. പക്ഷേ വലിയൊരു പോലീസ് സന്നാഹത്തെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? വീണ്ടും പ്രക്ഷോഭം ശക്തി പ്രാപിക്കാനുള്ള ഒരു സൂചനകളാണോ നമുക്ക് ലഭ്യമാകുന്നത്? തീർച്ചയായും പ്രതിഷേധം കൂടുതൽ ശക്തമാവുക തന്നെയാണ് ചെയ്യുക. കാരണം ഇതുവരെയും പ്രതിയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഇതുവരെ പോലീസിന് അത് സംബന്ധിച്ചൊരു തുമ്പും കിട്ടാത്ത സാഹചര്യത്തിൽ വലിയ വീഴ്ചയായി തന്നെയാണ് ഇത് പൊതുസമൂഹം കാണുന്നത്. അതിന്റെ വക്താക്കളായി തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഈ പ്രതിഷേധം രൂപത്തിൽ ഡിവൈഎഫ്ഐ ഓഫീസിന് മുന്നിലേക്ക് തടിച്ചുകൂടി എത്തിയിരിക്കുന്നത്. ആ പ്രതിഷേധം ഇനിയും തുടരുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പേർ, സ്ത്രീകളടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിൽ വരും സമയങ്ങളിൽ പങ്കുചേരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ ഇവർ പ്രതിഷേധ പ്രകടനവുമായി വരുമ്പോൾ നിരവധി പോലീസ് സേന ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതുമാണ് ഇവരെ ആഞ്ഞടിക്കുന്നത്. അതിനുശേഷം വീണ്ടും കൂടുതൽ പോലീസിനെ ഈ സ്ഥലത്ത് ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ഇവർ വിവിധയിടങ്ങളിലായി ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ഇനിയൊരു പ്രതിഷേധം നടത്തണം എന്ന രീതിയിൽ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയില്ലാത്തതിനാൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമാണ്. എന്തായാലും പ്രതിഷേധം തുടരുക തന്നെയാണ്. തീർച്ചയായിട്ടും ഉമേഷ്, അത് തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. കാര്യമായ യാതൊരു പ്രകോപനവും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, യുവജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അവർ പ്രകടനവുമായി വന്ന അതേ സമയത്ത് പോലീസ് ഒരു പ്രതികാര നടപടി എന്നോണം അടിക്കുകയായിരുന്നു, പ്രവർത്തകരെ ലാത്തി വീശുകയായിരുന്നു. നേരത്തെ ഒരു പ്രവർത്തകൻ പറഞ്ഞതുപോലെ ലാത്തിയുടെ അറ്റത്ത് ആണി തറച്ച് അത് വച്ചാണ് അത്തരത്തിലുള്ള പ്രതികാര നടപടി, അത്തരത്തിലുള്ള മർദ്ദനമാണ് അവിടെ യുവജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസിനെ അവിടെ ഇറക്കിയിരിക്കുന്നു. പ്രതിഷേധം ശക്തമാവുകയാണെങ്കിൽ ഏത് വിധേനയും അടിച്ചമർത്തുക, അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ പോലീസ്. അതിന്റെ സൂചനകൾ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് അതിന്റെ സൂചന തന്നെയാണ്. പ്രതിഷേധം ഏത് രീതിയിലുണ്ടായാലും അതിനെ അടിച്ചമർത്തും എന്ന് തന്നെയാണ് അവർ വീണ്ടും വ്യക്തമാക്കുന്നത്. രാവിലെ കണ്ടത് അതിന്റെ മറ്റൊരു രൂപമായിരുന്നു. മുഖ്യമന്ത്രി വന്നപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ മാധ്യമപ്രവർത്തകരെ നേരിട്ടതും ഇത് തന്നെയായിരുന്നു. ഈ വാർത്ത പ്രതിഷേധ സൂചകമായി കൊടുക്കുന്നവരെയെല്ലാം അടിച്ചമർത്തുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയും
അപ്പോൾ പോലീസ് നിഷ്ക്രിയരാവുകയുമാണ് ചെയ്തിരുന്നത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 10-15 മിനിറ്റോളം നീണ്ടുനിന്ന അതിക്രമമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിട്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നിരവധി പോലീസ് സേനയെ അവിടെ വിന്യസിച്ചിരുന്നു. എന്നാൽ അവരാരും തന്നെ അതിൽ ഇടപെടുകയോ അവരെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ ദൃക്സാക്ഷികളാണ്. അതാണ് ഉമേഷ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തങ്ങളുടെ കഴിവുകേടിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ അടിച്ചമർത്തുക, മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതൊരു വിഷയമേ അല്ല. അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക, അല്ലെങ്കിൽ കണ്ണടച്ചു നിൽക്കുക. ആ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ ഉണ്ടായ യൂത്ത് കോൺഗ്രസുകാരുടെ ആക്രമണത്തിൽ പോലീസ് കാണിച്ച നടപടി. പിന്നീട് പോലീസിന്റെ കഴിവുകേടിനെതിരെ ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ കണ്ണും പൂട്ടി അടിക്കുക, ഇതായിരുന്നു പോലീസ് കാണിച്ചു വച്ചത് അവിടെ. തീർച്ചയായും സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നവരോടുള്ള അസഹിഷ്ണുത തന്നെയാണ് കാണുന്നത്. അതിൽ സർക്കാർ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിട്ടതെങ്കിൽ ഇതിപ്പോൾ സർക്കാരിന്റെ ഭാഗമായ പോലീസ് സേന തന്നെയാണ് പ്രതിഷേധ പ്രവർത്തകർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. അതും വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ അതിനെ നേരിടുകയായിരുന്നു. പല പ്രവർത്തകരുടെയും പുറകെ ഓടി ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പല ലാത്തിയുടെ അറ്റവും പൊട്ടിപ്പോയിട്ടുണ്ട് ഇവരെ അടിച്ചതിന് ശേഷം. ആണി തറച്ച ലാത്തി കൊണ്ടാണ് പലരെയും അടിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെയൊക്കെ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തു തന്നെ ആയാലും പ്രതിഷേധം അടിച്ചമർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെതിരെ ഇനിയും പ്രവർത്തിക്കും എന്ന സൂചനയാണ് പ്രതിഷേധക്കാരിൽ നിന്ന് ഉണ്ടാകുന്നത്. അവർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ തന്നെ ഇപ്പോഴും തടിച്ചുകൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു ജനക്കൂട്ടം, യുവജനങ്ങളുടെ ഒരു സംഘം അവിടെ പ്രതിഷേധവുമായി ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ ഉമേഷ്? തീർച്ചയായും അതിനുള്ള സാധ്യതയാണുള്ളത്. നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സ്ത്രീകൾ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കുചേരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും യാതൊരു പുരോഗതിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്നത്. കാരണം സംഭവം നടന്ന ഇപ്പോൾ 7 ദിവസമായിരിക്കുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ കൃത്യമായ അന്വേഷണം ശരിയായ ദിശയിൽ പോലീസ് നടത്തേണ്ടതായിരുന്നെങ്കിൽ തന്നെയും 4 ദിവസത്തിന് ശേഷമാണ് ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ട പോലീസ് അത്തരത്തിലൊരു അന്വേഷണ രീതിയിലേക്ക് നീങ്ങിയത്. അതും നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതിനു ശേഷമാണ് അത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കാൻ പോലീസ് സമ്മർദ്ദത്തിലായതാണ്. സർക്കാരും അത്തരത്തിലൊരു സമ്മർദ്ദത്തിന് വിധേയരായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് വിധേനയും പ്രതികളെ കണ്ടെത്തിയും അതുതന്നെയാണ് എല്ലാവരും ഒരേ തരത്തിൽ ആവശ്യപ്പെടുന്ന കാര്യവും അതുതന്നെയാണ്. എത്രയും പെട്ടെന്ന് പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. രാവിലെ ജിഷയുടെ അമ്മ മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും ഇത് തന്നെയാണ് വിലപിച്ചിരുന്നത്. ഇത്രയും ദിവസമായി എന്തുകൊണ്ട് മകളുടെ ഘാതകരെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞായിരുന്നു അവർ വിലപിച്ചിരുന്നത്. മൊത്തം എല്ലാവരുടെയും ആവശ്യം ഇത് തന്നെയാണ്. കാരണം ആ പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്ത് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ആളല്ല യഥാർത്ഥ പ്രതി എന്ന് പോലീസ് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യഥാർത്ഥ പ്രതി എന്ന് സംശയിക്കുന്നയാളുടെ രേഖാചിത്രം പോലീസ് പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ പലരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് പലതവണയായി പല മണിക്കൂറുകളായി ചോദ്യം ചെയ്തുവെങ്കിലും ഇതിൽ നിന്നൊന്നും യഥാർത്ഥ പ്രതികളെ ഇപ്പോഴും പോലീസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ വിവരമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവസാനം കസ്റ്റഡിയിലെടുത്തയാൾ തന്നെയായിരിക്കും പ്രതി എന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അതും അല്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. യഥാർത്ഥ പ്രതിയെ കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഉമേഷ്, കൂടുതൽ ഉമേഷിലേക്ക് എത്താം. നമുക്കൊരു ഇടവേള പോകേണ്ടതുണ്ട്. 28 മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് പീപ്പിൾ ടിവിയുടെ തുടർച്ചയായ തത്സമയ വാർത്താ സംപ്രേഷണം. ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗിൽ ഞങ്ങളുടെ ക്യാമ്പയിനും തുടരുകയാണ്. ജിഷയ്ക്ക് നീതി ലഭിക്കും വരെയുള്ള പോരാട്ടവുമായി പീപ്പിൾ ടിവി മുന്നോട്ട് പോകുന്നു. 28 മണിക്കൂറിലേക്ക് തുടർച്ചയായി നിർത്താതെ തത്സമയ വാർത്താ സംപ്രേഷണം. ഞങ്ങൾ ഈ വിഷയത്തിൽ സമഗ്രമായ വിവരങ്ങൾ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 28 മണിക്കൂറിൽ പീപ്പിൾ ടിവി ഓരോ പോയിന്റുകളും ഓരോ വാർത്തയും ഒന്നും മിസ്സാകാതെ പ്രേക്ഷകരിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കുന്നു. ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ സജീവമായി നിൽക്കുകയാണ്. കഴിഞ്ഞ 28 മണിക്കൂറായി പ്രേക്ഷകരിലേക്ക് ഒന്നും നഷ്ടപ്പെടാതെ ഓരോ നിമിഷവും ജിഷയുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിൻ്റെ എല്ലാ സമഗ്രതയോടും കൂടി എത്തിക്കാൻ